ജന്മാദ്യസ്തേതന്വയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേയം കേന്ദ്രീയത് സൂരയ തേജോവാരി മൃതാം വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 7-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ പാരായണമാണ് ഇനി നമുക്ക് നിർവഹിക്കേണ്ടത്. അത് സപ്തമോധ്യായ വിതുര പ്രശ്നങ്ങൾ എന്നാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള വിഷയം. വിതുരൻ്റെ ഫർദർ കാര്യങ്ങൾക്കായിക്കൊണ്ടുള്ള ചോദ്യം കുറച്ച് കേട്ടു, ബാക്കിയും കൂടി അറിയണം. അതിനായുള്ള ചോദ്യങ്ങളാണ് ഈ അധ്യായം. ശ്രീശുക ഉവാച ഏവം ബ്രുവാണം മൈത്രേയം ദൈവായന സുതോ ബുധ പ്രീണയന്യവ ഭാരത്യ വിതുര പ്രത്യഭാഷത. വിതുര ഉവാച ബ്രഹ്മം കഥം ഭഗവതച്ചിന്മാത്രസ്യാവികാരിണാ ലീലയാ ചാവയുഞ്ജേരൻ നിർഗുണസ്യ ഗുണാക്രിയ. എന്തിനാണ് ഈ സൃഷ്ടി വ്യാപാരത്തിൽ ഭഗവാൻ ഏർപ്പെടുന്നത്? ഭഗവാനൊരു കാര്യമില്ലാണ്ട് ആരെങ്കിലും അധ്വാനിക്കുമോ? ഒരു കാര്യം ഭഗവാനില്ല. വേറൊന്നിനുമല്ല, ഭക്തന്മാരെ അനുഗ്രഹിക്കാനാണ് എന്നാണ് ഭക്തന്മാരുടെ വേർഷൻ. അത്രയും പറയാൻ പറ്റും. വേറെ വേർഷൻസ് ഉണ്ടായിരിക്കാം. ക്രീഡായാമുദ്യമോർപ്പസ്യാകാമ ചിക്രീഡിഷാന്യത സ്വതതൃപ്തസ്യ. സ്വയമേ തൃപ്തനാണല്ലോ ഭഗവാൻ. കളിക്കണം എന്നൊന്നുമില്ല. കളിച്ചാലേ കുട്ടികൾക്ക് സുഖം ഉണ്ടാവുള്ളൂ. ഭഗവാന് അങ്ങനെ കളിക്കണം എന്നൊന്നുമില്ല ആളല്ലല്ലോ. സ്വതതൃപ്തനാണ്. സ്വതതൃപ്തസ്യ കഥം നിവൃത്തസ്യ തദാന്യത. അത്രാക്ഷീർ ഭഗവാൻ വിശ്വംഗുണമയ്യാത്മമായ ആതയാസംസ്ഥാപയത്തേതൽ ഭൂയപ്രത്യപിതാസ്ഥിതി ദേശതക്കാലതോയോ സാവസ്ഥാതസ്വന്യത അവിലുപ്തോപബോധാത്മാ സയുജ്യേതാജയാ കഥം ഭഗവാനേകയേവേഷ സർവക്ഷേത്രേഷ ഭക്തിതാമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മവിക്കുതാം ഏതസ്മിന്നേ മനോവിദ്യംഗിദ്യതേ അജ്ഞാനസങ്കടേ തന്നപ്പരാണുത വിഭോ കസ്മലം മാനസം മകൾ. ശ്രീശുകോവാച സ ഇത്തഞ്ചോരു നക്ഷത്ര തത്വജിജ്ഞാസനാ മുനിയെ പ്രത്യാഗ ഭഗവച്ചിത്താത്മയന്നിവഗതസ്മയാ. മൈത്രേയോവാച സേയം ഭഗവതോ മായ എന്നേന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം യഥർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യ പ്രതീയത ഉപത്തട്ടു ശിരച്ഛേദനാദിക. സ്വന്തം തല പോയി എന്ന് സ്വപ്നം കണ്ടാലും യഥാർത്ഥത്തിൽ ഉണർന്നാൽ ഇതെല്ലാം ഇല്ല. എല്ലാ സ്വപ്നത്തിലും മാത്രമേ ഉള്ളൂ എന്ന പോലെയാണ് ഈ പ്രപഞ്ചം. അത് ഭഗവാന് ഈ മായ ബാധിക്കുകയില്ല. എങ്ങനെയൊക്കെ തെറ്റിച്ച് അതിൽ കിടന്ന് നീന്തിയാലും അത് ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നില്ല. യഥാ ജലത്തെ ചന്ദ്രമത. ചന്ദ്രൻ്റെ ഉദാഹരണം, വെള്ളത്തിൽ ചന്ദ്രൻ്റെ നിഴലാണ് ഇളകണത്, ചന്ദ്രനല്ല. അതുപോലെ ഇളകുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും, തനിക്കത് ബാധകമല്ല എന്നുള്ള കാര്യം. യഥാജലേ ചന്ദ്രമത കമ്പാതി തക്കൃതോ ഗുണ തിശ്യതേ തന്നഭി ദഷ്ടോരാത്മനോനാത്മനോ ഗുണ സഭേ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ജനേരിക യഥേന്ദ്രിയോപരാമോദ ദൃഷ്ടാത്മനി പരേഹരോ വിലീയന്തേ തഥാ ക്ലേശ സംതൃപ്തസേവ കൃഷ്ണശ. അപ്പം എന്തിനാണ് സൃഷ്ടി ചോദിച്ചാൽ ഭഗവാന്റെ കഥ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ വേറെ യാതൊന്നുമില്ല. അശേഷ സംക്ലേശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ. മുരാരിയുടെ ആ കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഏറ്റവും വലിയ സാധനയാണത്. ധ്യാനവും മെഡിറ്റേഷനും ദിവസമൊക്കെ അപ്പുറത്തിരിക്കും. ഭഗവത് കഥ കേൾക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഗുണം താരതമ്യം ചെയ്താൽ ബാക്കി സാധനങ്ങളൊക്കെ അപ്പുറത്തിരിക്കും. കുതപ്പുനത്തൽ ചരണാരവിന്ദപരാഗസേവാരതിരാത്മന. ആ പാദാരവിന്ദത്തിൽ വെറുതെ കേട്ടാൽ തന്നെ മതി. ഭക്തിയും കൂടിയാണ് ഉണ്ടായാലോ സ്വർണത്തിന് സുഗന്ധമുള്ള പോലെ എന്നാണ് പറഞ്ഞത്. വിതുര ഉവാച എനിക്ക് മനസ്സിലായി എന്തിനാണ് ഭഗവാൻ തെറ്റിച്ചത്. ഭക്തന്മാർക്ക് പറയാൻ സൃഷ്ടി വേണ്ടേ, അതിനെന്നെ നാ തോന്നണം. അങ്ങനെ വിശ്വസിക്കുക നല്ലത്. സംശിന്ന സംശയോ മഹ്യം തപസുക്താതിനാവിഭോ ഉഭയത്രാവി ഭഗവൻ മനോമേ സംപ്രതാപതി സാധേ തത്യാഗതം വിത്തന്നാത്മമായായനം ഹരേ ആപാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം ബഹി
ഇനി പറയുകയാണ് ഒക്കെ അറിയാത്തവർക്കും എല്ലാം അറിയുന്നവർക്കും പേടിയില്ല, സംശയവും ഇല്ല. എച്ച മൂഢതമോ ലോകേ എച്ച ബുദ്ധേ പരങ്കത, ബുദ്ധിമാന്മാർ താ ഉഭോ സുഖമേതേത്, രണ്ടു കൂട്ടർക്ക് സുഖാത്രേ. ഒന്നും അറിയാത്തവർക്ക് സുഖമാണെന്ന് പറയണം. ക്ലിശ്യന്തി അന്തരിതോ ജന, ഇടയപ്പെട്ടവരോ വിഷമിക്കുന്നു. അതാണ് പ്രപഞ്ച സ്വഭാവം. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാവിനാത്മന താം ചാവിഷ്മച്ചരണസേവയാഹംബരാണുദേ യസേവയ ഭഗവതക്കൂടത്തസ്യ മധുത്തിഷാരിതിരാസോ ഭവേ തീവ്ര പാതയോർവ്യസനാർദ്ദനാ ദുരാപാ കൽപ്പതപസാ സേവാ വൈകുണ്ഠവത്മസു എത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. ഭഗവത് കഥ കേൾക്കുക, പറയുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നമുക്കിപ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായിട്ടും എല്ലാം ഇങ്ങനെ കലിയുഗത്തിൽ അത് കിട്ടുന്നുണ്ട് ധാരാളം എന്നുള്ളതുകൊണ്ട് നിസ്സാരമായിട്ട് തോന്നണു. എന്തോ കലിക്ക് അങ്ങനെ ഗുണമുണ്ടായി. ഭഗവത് കഥ സപ്താഹമൊക്കെ ധാരാളം നടത്തേണ്ട പ്രഭാഷണമുണ്ട്, യൂട്യൂബ് നോക്കിയാലും ഉണ്ട്. അതൊരു ഭാഗ്യമായിട്ട് വിചാരിക്കാനാണ് പറയണത്. വെറുതെ കിട്ടണതല്ല. ദുരാപ, എളുപ്പത്തിലൊന്നും കിട്ടാത്തതിനാണ് ദുരാപ. അല്പതപസ, കുറച്ച് തപസ് ചെയ്തവർക്കും കൂടി കിട്ടില്ല എന്നാണ് പറയണത്. അത്രയധികം തപസ്സികൾക്ക് മുമ്പ് ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഈ ജന്മത്തിൽ നമ്മൾ തപസ്സൊന്നും ചെയ്തിട്ടില്ലല്ലോ, വേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജന്മത്തെ കർമ്മമാണോ നമ്മൾ അനുഭവിക്കണം? ഉറപ്പാണോ? സംശയമില്ല. കഴിഞ്ഞ ജന്മത്തിൽ തപസ്സിൻ്റെ ഫല ഇതൊക്കെ എടുക്കാനും കൈകാര്യം ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ആ കേൾക്കുന്നവർക്ക് ഇത് കേൾക്കാനും ഒക്കെ ഒരു യോഗം വേണ്ട. ആലോചിച്ച് ഒരു നിമിത്തല്ലേ ഇതൊക്കെ. നമ്മളെയൊക്കെ ഒരുമിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യാൻ കുറച്ച് സമയം നീക്കി വെക്കണം. അതൊക്കെ ഒരു യോഗമാണ്, സത് യോഗമാണ്, നല്ല യോഗമാണ്. ദൃഷ്ട്വാഗ്രേമ കഥാതീനീതവികാരണ്യനുക്രമാത്തേഭ്യോ വിരാജമുത്രത്യത്തമനു പ്രാവിശത് വിഭോ യമാകുരാദ്യം പുരുഷം തഹസ്രാംഗ്രി ഒരു ബാഹും. വളരെ കാലും കയ്യൊക്കെ ഉള്ള രൂപമാണ് ഭഗവാൻ ആദ്യം എടുത്തത്. യമാകുരാദ്യം പുരുഷം തഹസ്രാംഗ്രി ഉരുബാഹുകം എത്ര വിശ്വമേ ലോകാസവികാസം സമാസത്തെ യസ്മിൻ ദശവിധ പ്രാണ. 10 പ്രാണന്മാരുണ്ട്, 5 പ്രധാനവും 5 ഉപപ്രാണന്മാരും ആണ് ദശവിധ പ്രാണ. സേന്ദ്രിയ അർത്ഥേന്ദ്രിയ തൃത്ത് ത്വയേതോ യഥോ വർണ്ണാതഭൂതിരുവധസ്വന. ഇനി ചോദ്യങ്ങൾ തുടങ്ങായി. എന്തൊക്കെ 10 പ്രാണന്മാരെന്ന് പറഞ്ഞു തരണം. പിന്നെ പുത്രന്മാരും പൗത്രന്മാരോടും കൂടിയിട്ട് ശ്രീകൃഷ്ണൻ 16,108 പത്നിമാരോട് കൂടി കഴിഞ്ഞ കഥ. എത്ര പുത്രേശ്ച പൗത്രേശ്ച നതൃഭി. നത്രി എന്ന് പറഞ്ഞാൽ പൗത്രൻ്റെയും പുത്രൻ. നതൃഭി, നതൃ എന്ന് പറഞ്ഞാൽ അതാണ്. നതൃഭി സഖഗോത്രജേ പ്രജാവിചിത്രാകൃത ആസന്യാവിരിതം തഥം പ്രജാപതീനാം. പ്രജാപതികളുടെ ചരിത്രം. പ്രജാപതീനാം സ പതിച്ചകളുവേക്കാം പ്രജാപതീൻ സർഗാഞ്ചൈവാനുസർഗാഞ്ച എന്നല്ല പറഞ്ഞു. വംശം വംശവാനുവർദ്ധനം. സർഗാഞ്ചൈവാനുസർഗാഞ്ച മനൂന്മന്നന്തരാധിപാൻ ഏതേഷാം അഭിവംശാം ച വംശാനുചരിതാനുജാം. ഉപരിരഥശൈലവും, ഉപർലോകങ്ങൾ, താഴെയുള്ള ലോകങ്ങൾ, ഉപർലോകം മുകളിലുള്ള ലോകങ്ങൾ. ഉപരി അധശ്ച ഈ ലോക ഭൂമിർമിത്രാത്മജ ആസതേ. മിത്രാത്മജ സംബോധന, മൈത്രേയനെ വിളിക്കുകയാണ്. തേഷാം തം താം പ്രമാണഞ്ച ഭൂർലോകത്തജവർണയ തിര്യങ്ങാനുഷദേവാനാം സരീത്രിവപദത്രിണാം വദനസർഗ സംയോഗം ഗാർഭസ്ഥേതത് ജ്യോത്ഭിതാം. 4 തരത്തിലുള്ള സൃഷ്ടിയാണ് സസ്തനം രീതി വർഗത്തിൽപ്പെട്ടത്. മുളച്ചു വരണ പുല്ല്, പേന് പോലത്തെ വേർപ്പിൽ നിന്നും ഉണ്ടാവുന്നത്, പിന്നെയോ മുട്ട ഇട്ടുണ്ടാവുന്നത് അണ്ടജം. അതാണ് ഇവിടെ സർഗസംയോഗം ഗാർഭസേത ദ്വിജ ഉദ്ഭിദാം. ഉദ്ഭിദം പുല്ലുകൾ. ഗുണാവതാരെ വിശ്വസർഗത്തിത്യപ്യാശ്രയം സജത ശ്രീനിവാസത്യ വാചട്ടോദാര വിക്രമം വർണ്ണാശ്രമ വിഭാഗാംശ സൂപശീല സ്വഭാവത ഋഷീണാം ജന്മകർമാദി വേദത്തജ വികർഷണം. വേദവിഭാഗം. യജ്ഞസ്തജ വിധാനാനി യോഗസ്തജ പദപ്രഭോ നൈകർമ്മത്യതാംഗത്യാതന്ത്രം വാ ഭഗവത് മൃതാം. പാഖണ്ഡപദ വൈഷമ്യം. എന്താണ് വിശ്വാസമില്ലാത്തവരുടെ അവസ്ഥ? പാഖണ്ഡപദ വൈഷമ്യം ബദലോമ നിവേശനം ജീവസ്യ ഗതയോ യാശ്ച യാവതിർ ഗുണകർമ്മജ ധർമാർത്ഥകാമമോക്ഷാണ നിമിത്ത അന്യവിരോധത. വാർത്തായ ദണ്ഡനീതേച്ച സുധസ്തജ വിധിം പൃഥക് ശ്രാദ്ധസ്തജ വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ ച ഗൃഹനക്ഷത്രതാരാണാം കാലാവയവ സംസ്ഥിതിം ദാനസ്ഥിതവസോ വാഭി യച്ചേട്ടാപൂർത്തയോ ബലം പ്രവാസസ്ഥയോ ധർമ്മോ യച്ച പുംസ ഉദാപതി ഏനവ ഭഗവാൻ തുഷ്യേ ധർമ്മയോ നിർജനാർദ്ദനാം സംപ്രസീദതി വാ യേഷാം ഏടദാട്യാഖിജാനക അനുപ്രധാനാം ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമാ.
അച്ഛൻ പുത്രന്മാർക്കും ഗുരു ശിഷ്യന്മാർക്കും, അച്ഛൻ പുത്രന്മാർക്കും ഗുരു ശിഷ്യന്മാർക്കും വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. പറഞ്ഞു കൊടുക്കണം എന്നാണ് അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് മക്കളിൽ പിന്നീട് കാണുക. വളരെ പ്രായോഗികമായിട്ട് ശരിയാണ്. അനുപ്രധാനാം ശിഷ്യാണാം പുത്രാണാം, പുത്രൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ പുത്രനും ഗുരു ശിഷ്യനും കൊടുക്കുന്നത് അവരിൽ ആജീവനാന്തം ഉണ്ടാവുന്നതാണ്. തിജോത്തമാം അനാപൃഷ്ടമഭിപ്രൂർ ഗുരവോ ദീനവത്സല, ചോദിച്ചാൽ പറഞ്ഞു തരാമെന്നല്ല, ചോദിച്ചില്ലെങ്കിലും പറയാം എന്നാണ്. കേൾക്കുന്നവർ ഉൾക്കൊള്ളുമെങ്കിൽ, അവിടെ ക്ലാസ് ഉണ്ട് കേട്ടോ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ചോദിക്കാതെയും പറയാം. തത്വാനാം ഭഗവൻ തേഷാം കലിതാപതി സംക്രമാ തത്രേമങ്ക ഉപാസിതേ അനുശേരതേ സിദ് അനുശേരതേ സിദനുശേരതേ പുരുഷസ്വജ സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ജ്ഞാനം ജാനേകമമെത്തൽ ഗുരുശിഷ്യ പ്രയോജനം. എന്തിനാണ് ഈ ഗുരു എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം ആവശ്യമുണ്ടോ? സങ്കല്പമല്ല, അതൊരു ആശയമാണല്ലോ. ഗുരു ശിഷ്യൻ വളരെ ആവശ്യമാണെന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം. അനുഭവസഹിതം പറയാൻ ഗുരുവിനെ പറ്റൂ. മറ്റതിങ്ങനെ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ പോലെ പറയലാവും. അപ്പോൾ ആ അനുഭവം ഗുരുവിൽ നിന്ന് കേട്ട് പഠിക്കണം എന്ന് പറയണത് അതാണ്. വായിച്ച് പഠിക്കൽ, കേട്ട് പഠിക്കൽ, ഒരു കേട്ട് പഠിക്കലിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പ്രായോഗികമായിട്ട് പഠിക്കുക എന്ന് പറയും. നിമിത്താനുജയസ്യേക പ്രോക്താന്യനക സൂര്യഭി സ്വതോജ്ഞാനം കുതപ്പം സാം ഭക്തിർവൈരാഗ്യമേവജ ഏതാത്മേ പൃച്ഛത പ്രശ്നാൻ ഹരേ കർമ്മവിത്തയാ ബ്രൂഹ്യമേ അജ്ഞസ്യ മിത്രത്വാത് അജയ നഷ്ടചക്ഷുഷ. മായ കൊണ്ട് കണ്ണ് നഷ്ടപ്പെട്ടവരെയാണ് അജയ നഷ്ടചക്ഷുഷ. അജം മായ, മായാൽ അറിവില്ലാത്തതായ എനിക്ക്, മായ ബാധിച്ച് അറിവില്ലാത്തതായിട്ടുള്ള എനിക്ക് എല്ലാം പറഞ്ഞു തരണേ ഗുരുനാഥ. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാന അനുജാനക തപസ്സദാനം, ഏതൊക്കെ അതിനെ പറ്റിയും പറയണം. ഇതാണ് ജീവാഭയപ്രധാന കുർവീരം കലാമവി. ജീവനഭയം ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഭയം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ശരിക്കും ജീവന് വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. ശ്രീശുകവാച സൈത്തമാപൃഷ്ടപുരാണ കൽപ്പക്കുരു പ്രധാനേന മുനിപ്രധാന പ്രവൃത്തകക്ഷോ ഭഗവത്കഥായാം സഞ്ജോതിതസ്തം പ്രസന്നിവാഹ. മൈത്രേയരുടെ മറുപടിയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 8ാമത്തെ അധ്യായത്തിൽ അതിനുള്ള മറുപടി എങ്ങനെയാണ് പറയണത് എന്നാണെങ്കിൽ ഭാഗവതത്തിൽ കൂടെ ഇതിന് മറുപടി പറയാം. അങ്ങിപ്പോൾ ചോദിച്ചുല്ലോ 48 ശ്ലോകം കൊണ്ട്, 42 ശ്ലോകം കൊണ്ട്. 42 ചോദ്യങ്ങളല്ല, ആദ്യത്തെ കുറിച്ചല്ലല്ലോ. ഒരു 10-35 ശ്ലോകങ്ങൾ വരും, എന്നാലും കുറവാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എളുപ്പമല്ല കേട്ടോ. അങ്ങനത്തെ ചോദ്യമാണ്. ചോദ്യം എപ്പോഴും കുറവാവും, ഉത്തരമാവുമല്ലോ അധികം. PSC ആയാലും ടെസ്റ്റ് ആയാലും 4 പേജ് ചോദ്യം ഉണ്ടാവും ഇല്ലേ? അതിൽ ഉത്തരം എഴുതണമെങ്കിൽ എത്ര ആൻസർ ഷീറ്റ് വേണം. അപ്പോൾ ഉത്തരം വളരെ കൂടുതലാണ്. അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഭാഗവത സംഹിത കൊണ്ട് ഉത്തരം പറയാം. അതിലെല്ലാം ഉണ്ട്, ആണ് നല്ലത്. അല്ലെങ്കിൽ ഓരോന്ന് അടങ്ങിയ ഓരോ ഗ്രന്ഥങ്ങളെ അന്വേഷിച്ച് പരന്നു പോകേണ്ടി വരും. അതിലും നല്ലത് എല്ലാം കൂടി അടങ്ങിയ ഒരു പുസ്തകം ഏതാ നോക്കല്ലേ. ഈ PGക്കൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. എന്താ വെച്ചാൽ ഈ പല പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം ഒരു വിഷയത്തിനെ കുറിച്ച് വിവരം ഉണ്ടാക്കുക. ഒരു ബുക്കല്ല, ഒരു സബ്ജക്റ്റ്, ഒരു പേപ്പറിന് ഒരു ബുക്കൊന്നും അല്ല നോക്കുക, അനവധി ബുക്കുകൾ നോക്കണം. വലിയ പണിയാണ്. അപ്പോൾ എന്തുണ്ട് വെച്ചാൽ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചില ഓതേഴ്സ് ഈ എല്ലാ പുസ്തകത്തിൽ നിന്നും വേണ്ടതൊക്കെ എടുത്ത് ഒരു പേപ്പറിന് വേണ്ടത് ഒരു ബുക്കാക്കിയിട്ട് അവിടെ മാറ്റും. അപ്പം നമ്മൾ സാറിനോട് ചോദിക്കുക ഏതാണ് റെഫർ ചെയ്യാൻ പറ്റിയ പുസ്തകം, കോമ്പാക്റ്റായിട്ട് വല്ലതും ഉണ്ടോ സാറേ ചോദിച്ചാൽ ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ബൈ ലൂനിയ, അത് നോക്കിക്കോളൂ, അതിൽ ഹിസ്റ്ററിയെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. കാരണം അയാൾ പലതും നോക്കിയിട്ട് എഴുതിയതാവും. ശരിക്കും അത് പോരാ. ശരിക്കും എന്താ വെച്ചാൽ നമ്മുടേതായിട്ടുള്ളൊരു വ്യൂ അതിൽ കിട്ടില്ല എന്നാണ്. പലതും നോക്കി റെഫർ ചെയ്ത്
നോട്ട് ചെയ്ത് നമ്മൾ എടുക്കുക തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ രീതി. പക്ഷെ ഇപ്പോൾ എല്ലാവരും മടിയന്മാരാണ് അല്ലേ. അപ്പോൾ ഒറ്റ ബുക്ക് ഏതാ എല്ലാതും ഉണ്ടാവുക? അങ്ങനൊരു ബുക്കില്ല. അങ്ങനൊരു ബുക്കില്ല. ചിലതിലുള്ളത് ചിലതിലുണ്ടാവില്ല, അതിലുള്ളത് ഇതിലുണ്ടാവില്ല, ഇതിൽ രണ്ടിലും ഇല്ലാത്തതാവും വേറൊന്നിലുണ്ടാവും, ഈ രണ്ടും അതിലുണ്ടാവും, ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ പല ബുക്കുകൾ റെഫർ ചെയ്തത് എല്ലാം കൂടി നോട്ടെടുത്ത ഒരു സംഹിതയാക്കി മാറ്റിയാൽ അങ്ങനത്തെ ചില പരീക്ഷയ്ക്ക് തയ്യാറാവാനായിട്ട് ചില പുസ്തകങ്ങളുണ്ട്. അതിന് ആയിട്ട് തയ്യാറാക്കിയതാണ്. അത് ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരമാവും, കാരണം ഒരുപാട് സമയം ലാഭിക്കാം. അപ്പം അതേപോലൊരു ബുക്കാണ് ശ്രീമദ് ഭാഗവതം. എല്ലാറ്റിൽ നിന്നും എടുത്തത് ഇതിലുണ്ട് എന്ന് പറയാൻ വേറെ ഒരു ഭാഗവത പരമ്പര ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം എന്ന് വിതുരനോട് മൈത്രേയ മഹർഷി പറയണം. സംഘർഷണൻ സനത്കുമാരന് പറഞ്ഞു കൊടുത്തു, സനത്കുമാരൻ അങ്ങനെ പരാശരന് പറഞ്ഞു കൊടുത്തു. അതിന് പരാശരനിൽ നിന്ന് കേട്ട ഒരു ഭാഗവത സമ്പ്രദായം. നേരത്തെ നമ്മൾ പറഞ്ഞുല്ലോ, ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവും പുത്രനായ നാരദന് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു, വ്യാസൻ പുത്രനായ ശുഗന് പറഞ്ഞു കൊടുത്തു, ശുഗൻ അത് പരീക്ഷത്തിനും പറഞ്ഞു കൊടുത്തു. ഇതെല്ലാതും കൂടി സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് ഒരു പരമ്പര. ഇപ്പോൾ വേറൊരു പരമ്പരയിലേക്ക് പോവുകയാണ്. പരമ്പര മാത്രമേ മാറ്റുള്ളൂ, ഭാഗവതം മാറില്ലല്ലോ. ഭാഗവതം ഒരാളും മാറില്ല. ചില ആൾക്കാർ പറയും, എന്താ ഇപ്പോൾ ഈ ഭാഗവതം തന്നെ ഒരാൾ പറഞ്ഞത് വേറെ ആൾ പറയുക, അയാൾ പറഞ്ഞത് വേറെ ആൾ പറയുക, അയാൾ തന്നെ അടുത്ത കൊല്ലം വേറെ. അല്ലാണ്ട് ഇപ്പോൾ ഭാഗവതത്തിനെ മാറ്റാൻ പറ്റുമോ ഓരോ കൊല്ലവും? ഈ കൊല്ലം വേറൊരു ഭാഗവതം ആയിക്കോട്ടെ, ഭാഗവതം 2027. അത് സാധ്യമല്ല. 2028 ഭാഗവതം, 2025 ഭാഗവതം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഭാഗവതം ഒന്നേ ഉള്ളൂ. അതിങ്ങനെ മാറ്റി 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 ഓരോ കൊല്ലം പറയുക, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ ഔചിത്യത്തിനനുസരിച്ച്. അതുകൊണ്ട് ഈ മാറ്റം എപ്പോഴും മാറ്റം ഒക്കെ ഈ മാറ്റക്കാരാണ്. സപ്താഹത്തിന് തന്നെ നോക്കി നോക്കും, ഈ മാറ്റം ആളെ നമുക്കൊന്ന് മാറ്റിയാലോ. പക്ഷേ ഈ വരാൻ പോണ ആളെ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ടല്ല പലരും ഫേമസാണ്. യൂട്യൂബിൽ വ്യൂസ് വളരെയധികം ഉണ്ട് കേട്ടോ. എന്നാൽ അയാളെ വിളിക്കുക എന്നാണ് ഇപ്പോൾ. ഈ വ്യൂസിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പം മനസ്സിലായി, മുമ്പ് അറിഞ്ഞിരുന്നില്ല. അതൊക്കെ പ്രൊമോട്ട് ചെയ്യാണ്. കാശ് കൊണ്ടേ കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ അവർക്കറിയാം ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ. ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിന് ഒരു ബന്ധവും ഇതിനില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സപ്താഹത്തിന് വിളിക്കുമ്പോൾ വ്യൂസ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വിളിക്കരുത്. യൂട്യൂബിൽ വ്യൂവേഴ്സ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വിളിക്കരുത്. ഞാൻ അങ്ങനെ കാശ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ വേണ്ട, ഇത് അറിയണവർ അറിഞ്ഞാൽ മതി. ഇപ്പം എന്താ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ ഭാഗവതമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. അത് മാറ്റാനോ പരിഷ്കരിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ തോന്നിയ പോലെ പരിഷ്കരിച്ചാൽ അതാവില്ല. അതുകൊണ്ട് ഞാൻ ഭാഗവതം അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച സത്സേവനീയോ ബദപൂർവംശോയല്ലോകപാലോ ഭഗവത് പ്രധാന ഭൂവിതേഹാജിതകീർത്തിമാലാം പതേ പതേ നൂതനയസ്യ അഭീക്ഷണം. എന്തിനാ ഭാഗവതത്തിൽ വെറൈറ്റി, പുതുമ നമ്മളുണ്ടാക്കണോന്ന് ചോദിക്കുക? വേണ്ട, അത് തന്നെ പുതുക്കിക്കോളും. ഒരാളെന്നെ ഒരാ കഥ അതേപോലെ തന്നെ പറഞ്ഞാലും പിന്നെ കേൾക്കുമ്പോൾ അതിന് പുതുമ താനേ ഉണ്ടാവും. അതാ ഭാഗവതത്തിൻ്റെ പ്രത്യേകത. വേറെ ഒന്നിനുമില്ല കേട്ടോ ഈ പ്രത്യേകത. ഒരേ വാചകം തന്നെ നിങ്ങൾ പറഞ്ഞ് യജ്ഞം നടത്തിയാൽ മുഷിപ്പില്ലാത്ത ഒറ്റ സബ്ജക്റ്റ് അത്രേ ഭാഗവതം. വാചകം കൂടി ഒന്നാവാം എന്നാണ്. ചിലരൊക്കെ അങ്ങനെ പറയുക, വാചകം മാറ്റാതെ പറയണ ആചാര്യന്മാരുണ്ട്. പക്ഷെ അതിനുണ്ടോ മടുപ്പ് എന്ന് ചോദിക്കുകയാണ്. പതേ പതേ നൂതനയസ്യ ഭീക്ഷണം. ഓരോ പ്രാവശ്യം ഓരോ വാക്കിലും പുതുമയുണ്ട്. അതിലേക്കുള്ള ആ താല്പര്യം ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ ഓരോരോ വാക്കും ശ്രദ്ധയോട് കൂടിയിട്ടും താല്പര്യത്തോട് കൂടിയിട്ടും ആർത്തിയോടും കൂടിയിട്ട് കേൾക്കും. ആത്മാവിന് ദാഹം വേണം, ഭാഗവതം കേൾക്കണം. അങ്ങോട്ട് വന്നു കിട്ടിയാൽ പറയാണ് ഇവിടെ സത്സേവനീയോ ബദ പൂരുവംശോ. പൂരുവംശത്തിൽപ്പെട്ട ആളാണ് ഈ വിതുരൻ. പൂരുവംശത്തിൽപ്പെട്ട വിതുര, അങ്ങ് വളരെയധികം ഭാഗ്യവാനാണ്. സത്സേവനീയോ, നല്ല
കാര്യങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവൻ. പിന്നെയോ ലോകപാലോ ഭഗവത് പ്രധാന, ഭഗവാനെ തന്നെ ജീവിതവ്രതമായിട്ട് കൊണ്ടു നടക്കണോരാ നിങ്ങൾ. അവിടെ ഉള്ളിൽ എപ്പോഴും എന്തേ ഉള്ളൂ? ഈശ്വരനേ ഉള്ളൂ ഇല്ലേ? ബഭൂവതേകാജിത കീർത്തിമാലാം. ഭഗവാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ആരാലും ജയിക്കപ്പെടാത്ത അജിതനാണ്, ജയിക്കപ്പെടാത്തവൻ. എത്ര കീർത്തിച്ചാലാണ് മതിയാവുക? അങ്ങനത്തെ ആ ഭഗവാന്റെ വീണ്ടും 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 പുതിയതാകുന്ന തദൈവ രമ്യൻ രുചിരം നവം നവം. രുചി കൂടുകയുള്ളൂ. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ മടുക്കും ഇല്ലേ? പക്ഷെ ഇനി വേണ്ട കേട്ടോ, മതിയെന്ന് മതി. ഇതങ്ങനെയല്ല, കഴിക്കും തോറും പിന്നെയും കേൾക്കണം എന്ന് തോന്നും. സോഹം നൃണാണ്ടുല്ല തുകായ ദുഃഖം മഹദ്ഗതാനാം നിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാക സാക്ഷാൽ ഭഗവാൻ ഷിഭ്യ. വേറൊരു കൂട്ടർ പറഞ്ഞതായിട്ടുള്ള ഭാഗവതത്തെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം. പറയണ ആൾ മാറി, പക്ഷേ ഭാഗവതം മാറില്ല. സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണൻ ഋഷിഭ്യ, ഋഷികളോട് യത് ആഹ, ഏതൊന്നിനെ പറഞ്ഞുവോ, ആഹ പറഞ്ഞു. ക്ഷുല്ലസുഖായ, ചെറിയ സുഖത്തിന് വേണ്ടി മഹത് ദുഃഖം, കഠിനമായ ദുഃഖത്തെ ഗതാനാം, പ്രാപിച്ചിരിക്കുന്ന നൃണാം, മനുഷ്യരുടെ ശാന്തിക്കായിക്കൊണ്ട്, വിരമായ ശാന്തിക്കായിക്കൊണ്ട് ഭാഗവത പുരാണത്തെ ഞാൻ പറയാം. സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ. ചെറിയ സുഖത്തിന് വേണ്ടി വലിയ ദുഃഖം അനുഭവിക്കുന്നവരാണ് ലോകത്തിലുള്ളവർ. ക്ഷുല്ലസുഖായ മഹത് ദുഃഖം, ദുഃഖം മഹത് എന്നുള്ളത് ഇങ്ങോട്ട് എടുക്കണം. ആ വരിയിലത്തെ ദുഃഖം അടുത്ത വരിയിലത്തെ മഹത്വമായിട്ട് ചേർക്കുക. ദുഃഖം മഹത് മീൻസ് മഹത്ത് ദുഃഖം. ആലോചിച്ച് നോക്കിയാൽ അറിയാം, എത്രയോ ഗൾഫ് രാജ്യത്തിൽ കഷ്ടപ്പെട്ടിട്ട് ആണ് ഇവിടെ ലേശം സുഖം ഉണ്ടാവുന്നത് അല്ലേ? എത്രയോ മണിക്കൂറുകൾ ഓഫീസിൽ ചിലവാക്കി പണിയെടുത്തിട്ടാണ് ഒരു 1-ാം തീയതിയിലത്തെ ശമ്പളം കിട്ടി ലേശം സുഖം ഉണ്ടാവുന്നത്. അപ്പോൾ എത്ര ശരീരം പണയം വെച്ചിട്ട് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്ത് മനുഷ്യൻ ദുഃഖം, അതൊക്കെ വേണ്ടാന്ന് അർത്ഥമില്ല കേട്ടോ ഈ പറയണതിന്. ഒരിക്കലും അങ്ങനെ അർത്ഥം എടുക്കരുതേ. പിന്നെ എന്താ ചെയ്യുക? അങ്ങനെയുള്ള അർത്ഥമല്ല ഇവിടെ പറയണത്. പറയണതിൻ്റെ താല്പര്യം പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയാണ് അത് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഒരു ഉണ്ണി ഉണ്ടാവണമെങ്കിൽ എത്ര ദുഃഖം ഉണ്ടാവണോ ആലോചിച്ച് നോക്കൂ. 10 മാസത്തെ ആ ഒരു ദുഃഖം അമ്മയോട് ചോദിച്ചാലേ അറിയൂ. അത് കഴിഞ്ഞ് പ്രസവിച്ചാണ്ടോ സ്വൈരം? ആ കുട്ടിയെ ഒരു പ്രായം എത്തിക്കുന്നത് വരെ സ്വൈരമില്ല. എത്തിച്ചാൽ സ്വൈരമുണ്ടോ? അതുമില്ല. അപ്പോൾ പുത്രൻ എന്ന ലാഭം, സുഖം, അതിനു വേണ്ടി ശരിക്കും പറയാച്ച ആജീവനാന്തം ദുഃഖം അനുഭവിക്കുകയല്ലേ? ഗർഭസ്ഥിതനായ മുതൽക്ക് ആ പുത്രനിൽ നിന്ന് ദുഃഖം അനുഭവിക്കുകയാണ് അമ്മ. അമ്മ മരിക്കോളം പുത്രൻ ഏകദേശം ഉണ്ടാവണമല്ലോ സാധാരണ. അങ്ങനെയാണല്ലോ. പുത്രൻ ആദ്യം മരിക്കാത്ത കേസിലൊക്കെ. അപ്പോൾ ഈ പുത്രൻ ഉണ്ടാവണിടത്തോളം എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം ഈ പുത്രനെ പറ്റി അമ്മയ്ക്ക് മനസ്സിൽ ആശങ്കയുണ്ടാവും. പലപ്പോഴും ഭർത്താവിനേക്കാൾ ഒരു ശിശുക്കളെ പുത്രന്മാരെ നോക്കാനുള്ള കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും അതാണ്. അതിപ്പോൾ ഒരു വലിയ തെറ്റൊന്നുമല്ല, തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ എത്ര ദുഃഖം അനുഭവിക്കണം. സുഖത്തേക്കാൾ ദുഃഖമല്ലേ അനുഭവിക്കണത്? ആശങ്ക, ദുഃഖം ഇതല്ലേ അനുഭവിക്കണത്? മഹദ്ഗതാനാം വിരമായ തസ്യ. ആ ദുഃഖത്തിൻ്റെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ ചെയ്യാതിരിക്കരുത്, ഒരിക്കലും ചെയ്യാതിരിക്കരുത്. പക്ഷേ എന്ത് ചെയ്യുക? ഈശ്വര സ്മരണ ധാരാളം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയാൽ മതി. എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ, ഇതിനും കുറച്ച് സമയമാണ് കണ്ടെത്തിയാൽ ആ ദുഃഖമൊക്കെ മനസ്സിൽ നിന്ന് പോവും. പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാക സാക്ഷാൽ ഭഗവാൻ ഋഷിഭ്യ. പണ്ട് ഋഷിമാർക്ക് ശ്രീനാരായണൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഭാഗവത പരമ്പര ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം.
അല്ലേ? ശരിക്കും പറയാച്ചാൽ അതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൃത്യമായി കൊടുത്ത് പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്ത് നമ്മൾ സ്റ്റേജിൽ പറയണ പോലെ പോരാ, അതൊന്നും കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയുമ്പോൾ അനവധി ആൾ കാണുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യണത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൊണ്ടുമല്ല, ആ ഒരു സമയം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് വേറൊന്നിനോണ്ടും കിട്ടില്ല. അത് ഉറപ്പാണ്. വേറൊരു പ്രതിഫലം ഇതിന് കിട്ടിയില്ലെങ്കിലും ഇത് വലിയൊരു പ്രതിഫലം തന്നെയാണ്. അതുകൊണ്ടാണ് എത്ര മടിച്ചാലും വേണ്ടാന്ന് വെച്ചാലും വിഷമം ആലോചിച്ചിട്ട് പിന്നെയും വേണം എന്ന് തോന്നുന്നത്. ആ സമയത്ത് അതുകൊണ്ട് കിട്ടുന്ന നിർവൃതി എന്ന് തന്നെ പറയണം. സന്തോഷമല്ല, നിർവൃതിയാണ്. സന്തോഷത്തിൽ ഞാനുണ്ട്, നിർവൃതിയിൽ ഞാനും കൂടി ഇല്ല. ആ ഞാനും കൂടി കളഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പ്രദാനം ചെയ്യാൻ ഭാഗവത സ്മരണ സഹായിക്കുന്നു. ഭാഗവതായാലും രാമായണമായാലും ഒക്കെ ആസീനമുർവ്യാം ഭഗവന്തമാത്യം സംഘർഷണം ദേവമകുണ്ഠസത്വം ദ്വിസ്തവത്തമതപരസ്യ കുമാരമുഖ്യ മുനയോന്നവൃച്ചൽ. ഇപ്പം ഇവിടെ പറയണ ഐശ്വര്യപൂർണനും ആദ്യനും സംഘർഷണൻ എന്നു പേരുള്ളവനൊക്കെ വിശേഷണങ്ങളാണ്. ഭൂമിയിൽ ആണ് ഈ സംഘർഷണൻ ഇരിക്കുന്നത് എന്നാണ്. ബലരാമൻ്റെ അവതാരം സംഘർഷണൻ, അനന്തൻ എന്നൊക്കെ പറയും. സംഘർഷണൻ ഉർവിയ ഭൂമിയിൽ ഇരിക്കുമ്പോൾ സനൽകുമാരാദികൾ, കുമാരമുഖ്യ എന്ന് പറഞ്ഞാൽ സനകാദികൾ, സനൽകുമാരാദികൾ തത്വത്തെ ചോദിച്ചു. തത്വമത വിവിത്സവ തത്വമത പരസ്യ, പരമാത്മതത്വത്തെക്കുറിച്ച് അനന്തനോട് സനൽകുമാരാദികൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? സ്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിതമാമനന്തി പ്രത്യക്തദാക്ഷംബുജകോശമീഷൻ ഉന്മീലയന്തം ദിവിദോദയായ. സ്വം ധിഷ്ണ്യം, തൻ്റെ ആശ്രയം, ധിഷ്ണ്യം എന്ന് പറഞ്ഞാൽ ആശ്രയം, യം യാതൊരുവനെ, വാസുദേവാഭിതം വാസുദേവൻ എന്ന പേരോട് കൂടിയതെന്ന് ആനമന്തി വർണ്ണിക്കുന്നുവോ അവനെ ബഹുമാനയന്തം ബഹുമാനിക്കുന്നവനും വിബുധോദയായ ദേവോത്തമന്മാരുടെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് പ്രത്യക്തദാക്ഷംബുജകോശം, പ്രത്യേകാത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്ന നേത്രമാകുന്ന താമരമൊട്ടിനെ ഈഷദുന്മീലയന്തം അല്പം വികസിപ്പിച്ചിരുന്നു. വാസുദേവൻ എന്ന് ഋഷികൾ വർണ്ണിക്കുന്ന ആ ദേവനെ സദാ ധ്യാനിക്കുന്ന ആളാണ് ആര്? സംഘർഷണമൂർത്തി. സംഘർഷണമൂർത്തിയുടെ മനസ്സാകുന്ന താമരയിൽ സദാ ഈശ്വരൻ വിളങ്ങുന്നു. ആര്? വാസുദേവ. സ വാസുദേവ. ആരാ വാസുദേവൻ? വസന്തി യസ്മിൻ സർവേ ദേവാസ വാസുദേവ. ഏതൊരു ദേവൻ്റെ ശരീരത്തിലാണ് എല്ലാ ദേവന്മാരും വസിക്കുന്നത്, അവൻ വാസുദേവൻ. വസുക്കളുടെ നാഥൻ വാസുദേവൻ, വസുക്കളുടെ ദേവൻ. അഷ്ടവസുക്കളുണ്ടല്ലോ, അതിൻ്റെ നാഥനായിട്ടുള്ളവൻ എന്നും പറയാം. വാസുദേവൻ ഒരുപാട് അർത്ഥങ്ങൾ പറയാം. അതൊക്കെ പോട്ടെ. ആ വാസുദേവൻ എന്ന് പറയപ്പെടുന്ന ആനമന്തി, അവനെ, അദ്ദേഹത്തെ, അവനെ എന്ന് പറഞ്ഞാൽ വ്യജ്ഞ കൊണ്ട് പറയല്ല കേട്ടോ, അവനെ എന്നൊക്കെ പ്രോനൗണായിട്ട് അങ്ങനെയൊക്കെ പറയാം കാവ്യത്തിലൊക്കെ. ഏതൊരു സംഘർഷനാണ് മനസ്സിൽ സദാ പ്രത്യക്തദാക്ഷംബുജകോശമീശൽ, തൻ്റെ വിടർന്ന താമരമൊട്ടിൽ ഉള്ളത്. സനകാദികളുടെ നേർക്ക് അല്പം വികസിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചോദ്യം ചെയ്തു. എന്താണ് വികസിപ്പിച്ചത്? കണ്ണാകുന്ന താമരയാണ് വികസിപ്പിച്ചത്. മനസ്സാകുന്ന താമരയിൽ സദാ ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാൻ കണ്ണുകൊണ്ട് നോക്കി സനകാദികളെ. ആ സമയത്ത് ചോദിച്ചു, ഈഷദുന്മീലയന്തം. ഒന്നങ്ങനെ വികർണ കണ്ണുകളോടുകൂടി സനകാദികളെ നോക്കിയപ്പോൾ ഈ ചോദ്യം സനകാദികൾ സംഘർഷണമൂർത്തിയോട് ചോദിച്ചു. സ്വദ്വന്നതേഷജടാകലാപേരുപസ്പൃശന്തരണോപദാനം പത്നം യദർച്യന്ത്യഹിരാജകന്യാസ പ്രേമനാനാബലിവിരാർത്ഥ. അഹിരാജകന്യ, അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്,
രാജകന്യ സർപ്പരാജപുത്രിമാർ സപ്രേമ പ്രേമത്തോടു കൂടും വണ്ണം നാനാബലിബി പൂജാസാധനങ്ങളെ കൊണ്ട് വരാർത്ഥ ഭർത്തൃ കാംക്ഷകളായിട്ട് യത് പത്മം ഏതൊരു താമരപ്പൂവിനെ പൂജിക്കുന്നുവോ ചരണോപദാനം പദാശ്രയമായിരിക്കുന്ന അതിനെ ഗംഗാജലത്തിൽ നനഞ്ഞിരിക്കുന്ന സജടാകലാപെ സ്പർശിക്കുന്നവരായിരുന്നു. ഇവിടെ എന്തേ ഉള്ളൂ സംഗതി അറിയോ? സംഘർഷണനെ സനകാദികൾ നമസ്കരിച്ചു, അത്രയേ ഉള്ളൂ. അതിനെ ആലങ്കാരികമായിട്ട് പറഞ്ഞു. എങ്ങനെയാ? ഭഗവാന്റെ പാദപത്മം എന്നാണെങ്കിൽ ഏതൊരു പാദപത്മത്തെയാണ് നാഗരാജകന്യമാർ ഗംഗാസ്നാനം ചെയ്ത് നനഞ്ഞ തലമുടിയോട് കൂടിയിട്ട് ചരണോപധാനം യാതൊരു താമരപ്പൂവിനെ പൂജിക്കുന്നുവോ ആ പാദത്തെ, അങ്ങനത്തെ പാദത്തോടു കൂടിയ ആളാണ് സംഘർഷണമൂർത്തി എന്നർത്ഥം. നാഗരാജകന്യമാർ ഗംഗാജലത്തിൽ മുങ്ങിയ ആർദ്രമായ നനഞ്ഞ തലമുടി ജടാകലാപൈ ഉപപ്രശന്ത ചരണോപദാനം. സനകാദികൾ ആദിശേഷമൂർത്തിയുടെ പാദം സമർപ്പിച്ചിരിക്കുന്ന താമരപ്പൂവിൻ്റെ സന്നിധിയിൽ നമസ്കരിച്ചു. ജടാഭാരങ്ങളെ കൊണ്ട് സനകാദികൾ ആദിശേഷമൂർത്തിയുടെ പാദം സമർപ്പിച്ചിരിക്കുന്ന താമരപ്പൂവിൻ്റെ സന്നിധിയിൽ സർപ്പരാജകന്യമാർ ഈ പാദത്തെ സേവിച്ച് ഭർത്താക്കന്മാരെ നേടുന്നു, മംഗല്യം സുഖം നേടുന്നു. അപ്പോൾ ജട എന്ന് പറയുമ്പോൾ സനകാദികളുടെ ജട ഗംഗാജലത്തിൽ സദാ മുങ്ങും അവർ. എന്നിട്ട് ഭഗവത് പാദപത്മത്തെ ധ്യാനിക്കും. ആ സനകാദികളാണ് ഇവിടെ സംഘർഷണമൂർത്തിയോട് ചോദിച്ചത്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.